ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗി മസാലയാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മാഗി മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാഗി മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സവാളയും തക്കാളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്യാരറ്റോ ക്യാബേജോ അല്ലെങ്കിൽ ബീൻസോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ആ എണ്ണയിൽ കിടന്ന് സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മാത്രം 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാലയോടൊപ്പം എഗ്ഗും കൂടി ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് ഒഴിച്ച് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് ചിക്കി എടുത്ത ശേഷം മാത്രം നമ്മൾ ആ ഒരു മസാലയോടൊപ്പം യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ നമ്മൾ എഗ്ഗ് നല്ലതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ മസാലയും കൂടി ഇതിലേക്ക് യോജിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ കൂടെ തന്നെ ആ ഒരു മസാല നല്ലതുപോലെ മിക്സായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതേ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ മാഗി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 മാഗിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മാഗിയൊന്നും ഒരേപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇനി അത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ മാഗിയുടെ കൂടെ കിട്ടുന്ന ആ ഒരു ചാറ്റ് മസാല ഒരു 1/2 പോർഷൻ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായും ചേർക്കുന്നില്ല. നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആവശ്യത്തിനുള്ള ഫ്ലേവർ അതിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ചാറ്റ് മസാല 1/2 പോർഷൻ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതേ നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാഗിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളത്തോടു കൂടി വേണം കേട്ടോ നമ്മൾ ഈ ഒരു മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാലേ അത് ആ മാഗിയിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി അത് മാഗിയിലേക്ക് ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഉടയ്ക്കാതെ തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ദേ നല്ല അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ എഗ് മാഗി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണേ. ഉറപ്പായും ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാ അമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുപോലെ നല്ല നല്ല റെസിപ്പി വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.